സ്വപ്നങ്ങളുടെ പുലരിക്കായി കാത്തിരുന്ന 11 വർഷങ്ങൾ. നിരാശയും ആശയും താഴ്ചയും ഉയർച്ചയും പുകഞ്ഞുകിടന്ന സംവരങ്ങൾ. പക്ഷേ ആ സ്വപ്നം മാത്രം പൂത്തുലഞ്ഞില്ല. ആരാധക വൃന്ദങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് പരന്നൊഴുകിയ മഞ്ഞക്കടലലകൾ. ഓരോ സീസൺ തോറ്റുമടങ്ങുമ്പോഴും ഇത്തവണ നമുക്കെന്ന പ്രതീക്ഷയാൽ ടീമിനു വേണ്ടി അർത്ത് വിളിക്കുന്ന ആരാധകരുടെ അടങ്ങാത്ത കാത്തിരിപ്പ്. കയ്യെത്ത ദൂരത്ത് നിന്ന് കിരീടം നഷ്ടപ്പെട്ട 3 വർഷങ്ങൾ. കാലനായി അവതരിച്ചത് ATKയും ഹൈദരാബാദും. 11 വർഷങ്ങൾ പിന്നിടുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ അലമാര ഇപ്പോഴും ശൂന്യമാണ്. അതിൽ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു പുസ്തകമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അതിലെ ആദ്യാധ്യായങ്ങളിലെ മഷിപ്പടർപ്പുകളെല്ലാം ആവേശം വിതറിയ പോരാട്ടങ്ങളുടെയും കയ്യകലത്തിൽ നഷ്ടപ്പെട്ട കിരീടങ്ങളുടെയും നനവുള്ള ഓർമ്മകളാണ്. കാലം മാഞ്ഞു പോയിട്ടും ആ താളുകളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയുടെ ആർപ്പുവിളികളാണ്. ഓരോ സീസണിലും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെടുമ്പോഴും അവസാന താളിൽ വിരിയേണ്ട സുവർണ ലിപിക്കായി ആ കന്നി കിരീടത്തിനായി കാത്തിരിപ്പിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യ നാളുകളിൽ കൊമ്പന്മാർ കെട്ടിപ്പടുത്ത സ്വപ്ന കൂമ്പാരങ്ങൾ അതിൻ്റെ ഒടുക്കമെത്തിയപ്പോൾ ചിന്നിച്ചിതറി. അതേപടി ആവർത്തിച്ച 2 സീസണുകൾ. ഡേവിഡ് ജെയിംസ് മുതൽ ഇവാൻ വുക്കുമനോവിച്ച് വരെ നീണ്ടു നിൽക്കുന്ന പരിശീലക പരമ്പരയിൽ നിർണായക നിമിഷങ്ങൾ പലതും അരങ്ങേറിയെങ്കിലും കന്നിക്കിരീടമെന്ന മോഹം കിട്ടാക്കനിയായി കൂടെ കൂടുന്നു. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങൾ മെനയുന്നത് ഡേവിഡ് കാറ്റാലയാണ്. ISL സംഘാടകരായ FSDLും ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ലീഗ് ഇത്ര വൈകാൻ കാരണമായത്. ലീഗിന്റെ നടത്തിപ്പിൽ കൃത്യമായ തീരുമാനം പുറത്തു വരാത്തത് കൊണ്ട് തന്നെ താരങ്ങൾ ഓരോന്നായി ക്ലബ്ബ് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അഡ്മിന്മാർക്ക് ഗുഡ് ബൈ എന്ന ടെസ്റ്റ് ചാർത്തൽ സ്ഥിരം ഏർപ്പാടായി മാറി. പ്രതീക്ഷകൾക്ക് നിരാശ തന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ നീക്കങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ വ്യക്തത വരികയും ഫെബ്രുവരി 14 ലീഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതിനിടയിൽ തന്നെ കാറ്റാലയ്ക്ക് കീഴിലുള്ള കൊമ്പന്മാരുടെ പ്ലാനിങ്ങുകൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതായിരുന്ന താരങ്ങൾ പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ഹൃദയത്തെ നടുക്കിക്കൊണ്ട് ആ വാർത്തയും വന്നു. അതെ, ഞങ്ങളുടെ പ്രിയ നായകൻ എഡ്രിയാൻ ലൂണയും ക്ലബ്ബ് വിടുന്നു. ആ വാർത്തയുടെ ഷോക്ക് വിട്ടുമാറാത്ത ഓരോ ആരാധകരുടെ ഇടയിലേക്കാണ് മറ്റൊരു വാർത്ത കൂടെ വരുന്നത്. നോഹയും ക്ലബ്ബ് വിടുന്നു. ഇതുവരെ ഇന്ത്യൻ ലീഗിലേക്കാണ് ഇവർ ചേക്കേറിയത്. ലൂണയാകത്തെ സ്പെർസിക് FCയിലേക്കും നോഹ ഡെവ യുണൈറ്റഡിലേക്കും കൂടുമാറിയതോടെ വരും സീസണിലെ പ്രതീക്ഷകൾ ഓരോന്നായി കെട്ടണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരാധകർ കമന്റ് ബോക്സുകളിൽ ചോദിച്ചു തുടങ്ങി, ഈ ബ്ലാസ്റ്റേഴ്സ് എങ്ങോട്ടാണെന്ന്. അവശേഷിച്ച വിദേശ താരങ്ങളായ ലെഗറ്റോറും യുവാൻ റോഡ്രിഗസും ഒബിയേറ്റവരും പടിയിറങ്ങിയിരിക്കുന്നു. പകരം പുതിയ ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട്. സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടൽ ഇരമ്പുന്നത് ലൂണയുടെ മാന്ത്രിക നീക്കങ്ങൾക്കും നോഹയുടെ വേഗതക്കും വേണ്ടിയായിരുന്നു. എന്നാൽ പ്രിയ താരങ്ങൾ ഓരോരുത്തരായി പടിയിറങ്ങിയതോടെ അലക്ഷ്യമായി പാറിക്കടക്കുന്ന ഒരു പട്ടം പോലെ ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുന്നു. സൂപ്പർ താരങ്ങൾ കൂടുമാറിയതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ രോഷം പൊട്ടിത്തെറിക്കുകയാണ്. മാനേജ്മെന്റിനെതിരെ ചോദ്യരക്ഷങ്ങൾ ഉയർന്നു. ഇത്തവണ കളി ജയിക്കാനാണോ അതോ വെറും പങ്കാളിത്തത്തിന് വേണ്ടിയാണോ അറിയില്ല. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. മാനേജ്മെന്റിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ സ്ഥിതി അങ്ങനെയായിപ്പോയില്ലേ. അതിനിടക്ക് എതിരാളികളെ പെടുന്നതിനെ വെട്ടിയൊഴിഞ്ഞു മാറാൻ കെൽപ്പുള്ള ഇരട്ട സഹോദരങ്ങളും ക്ലബ്ബ് വിടുകയാണ്. ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും മികച്ച 2 വിശ്വാസമർപ്പിച്ചിരുന്ന 2 താരങ്ങളായിരുന്നു ഐമനും അസ്ഹറും. കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയെടുത്ത ഇരട്ട സഹോദരങ്ങൾ കൂടെ ടീം വിടുന്നതിലുള്ള നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ചുരുക്കം ചില താരങ്ങളിൽ 2 പേരായിരുന്നു ഇവർ. ബ്ലാസ്റ്റേഴ്സിന്റെ അഴിച്ചുപണികൾ അവസാനിച്ചു എന്ന് കരുതിയിടത്താണ് ആരാധകർക്ക് സർപ്രൈസായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നത്. അതെ, റൗളിൻ ബോർജസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായ 33-കാരൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നല്ല മികച്ച ക്ലബ്ബുകളിലെല്ലാം പന്ത് തട്ടിയവനാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് തന്നെയാണ് ഓരോ ആരാധകർക്കും പ്രതീക്ഷ നൽകുന്നത്. ആരാധകർക്ക് ഒരുക്കി വെച്ച സർപ്രൈസ് അവിടെയും തീരുന്നില്ല. മണിക്കൂറുകൾക്കകം തന്നെ അടുത്ത വാർത്തയും വരുന്നു. വിദേശ താരങ്ങളെ കൂട്ടമഴൊഴിപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും ഒരു വിദേശ താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് ക്ലബിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇത്തവണ ജർമ്മനിയിൽ നിന്നാണ് താരത്തെ റാഞ്ചിയിട്ടുള്ളത്. ഹിസ് നെയിം ഈസ് മാർലോസ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഫോർവേഡായിട്ടും കളി മെനയാൻ കെൽപ്പുള്ള താരമാണ് ഈ 22-കാരൻ. കൂടാതെ ഫ്രാൻസിൽ നിന്ന് ഒരു വിങ്ങറും സ്പെയിനിൽ നിന്ന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും കൂടി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു.
കാറ്റാല എങ്ങനെ മഞ്ഞപ്പടയെ വഴി നടത്തുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. വർഷങ്ങളായി പേറി നടക്കുന്ന കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ കാറ്റാലയ്ക്ക് കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.